മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമവശങ്ങൾ പരിശോധിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവെന്ന് അപ്പീലിൽ പറയുന്നു. കേജ്രിവാളിനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇഡിയുടെ നീക്കം. കേജ്രിവാളിന്റെ അഭാവത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ആപ് നേതാക്കൾ ദില്ലിയിൽ യോഗം ചേരുന്നു. ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റും തുടർന്നുള്ള കസ്റ്റഡിയും ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. ഇത് ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിലെ കെജ്രിവാളിന്റെ അപ്പീൽ. പ്രതിഭാഗത്തിൽ നിന്ന് ഇഡി മറച്ചുപിടിച്ച അവിശ്വസനീയമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവ്. രാഷ്ട്രീയ പാർട്ടിയെ കമ്പനിയായി പരിഗണിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന ഉത്തരവ് നിയമപരമല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടപ്പോൾ നോക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ മറുപടി. എന്നാൽ ഹർജി എപ്പോൾ പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയില്ല. അടുത്ത 4 ദിവസം കോടതി അവധിയാണ്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മെയ് അവസാനമോ ജൂൺ ആദ്യമോ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇഡിയുടെ ശ്രമം. കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. പ്രധാന പ്രതികളെല്ലാം അറസ്റ്റിലായെന്നും ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിനിടെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം റൌസ് അവന്യൂ കോടതി തള്ളി. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദില്ലി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം BJP ശക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.